കറിവേപ്പ് നന്നായിട്ട് വളർന്നു വരാനായിട്ട്, നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാവേ. അതായത് നമ്മളിപ്പം ഇതുണ്ട്, ഇത് വലിയൊരു ഞാൻ കുഴിച്ച് വെച്ചിട്ട് ഒന്ന് കിളുത്ത് വന്നു. ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു മുള വന്നതാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിങ്ങനെ അങ്ങ് പുതിയ പുതിയ ഇലകൾ വന്ന് നിൽക്കും, അല്ലാതെ മുരടിച്ചൊന്നും നിൽക്കത്തില്ല. അപ്പം ഞാൻ ഇത് വേറെ ഒരെണ്ണം ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മണ്ടം കണ്ടിച്ച് നുള്ളി എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വരുന്നൊരു തളിർപ്പാണ് ഇതും അതുപോലെ തന്നെ ഇതുണ്ട്, തളിർപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ ഞാൻ പറിച്ച്, എനിക്ക് വേറെ കറിവേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്തുനിന്നൊക്കെ തന്നെയാണ് ഞാൻ ഇല പറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ ഞാൻ പറിച്ചു. ഇപ്പോൾ ഇത് എളുപ്പമായതുകൊണ്ട് ഇതിൻ്റെ മണ്ട നുള്ളുന്നില്ല. മണ്ട നുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് പുതിയ ഷൂട്ട്സും കുറച്ച് ഏറെ ബ്രാഞ്ചസും കൂടി വരികയും ചെയ്യും. അപ്പം ഇതുപോലെ പുതിയ പുതിയ തളിർപ്പുകൾ വരാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വളം എന്തുവാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള തൈരാണ്. തൈര് കൊണ്ടാണ് ഞാൻ ഇതിന് വളം ചെയ്യുന്നത്. അത് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ കറിവേപ്പിൻ്റെ ചുവട്ടിൽ. ഇത് നന്നായിട്ട് പൊളിപ്പിച്ചെടുത്ത തൈരാണ്. അപ്പോൾ ഈ തൈര് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് വെള്ളം പോലെ ആക്കിയിട്ട് ഇങ്ങനെ ചുവട്ടിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് കറിവേപ്പ് തഴച്ച് വളരുകയും ചെയ്യും. പുതിയ തളിരിലകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, മുരടിച്ച് നിൽക്കത്തേ ഇല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്